Hello dear students, we will start the 6th sem today. The topic I would like to take is coordination chemistry, which is included in the inorganic chemistry. So all of you might be knowing about compounds called coordination compounds. Coordination compounds always have coordinate bonds. They are also called complexes or complex compounds. Now, coordination chemistry is the branch of chemistry that deals with the study of such type of coordination compounds. Coming to the history, coordination compounds were studied by the great scientist Alfred Werner, and Alfred Werner put forward a theory which is called the Werner's theory, and he received a Nobel Prize in chemistry for that theory, and several other theories were also developed. For example, the valence bond theory by Pauling, the crystal field theory by Bethe and Van Vleck, and the ligand field theory by Griffith and Orgel. All were good theories which can explain the properties of coordination compounds. Now let us look at what is meant by addition compounds. Molecular addition compounds. Addition compounds are compounds made up of simpler compounds. That is, when two or more stable compounds join together in stoichiometric quantities and crystallize from solution, we get a molecular addition compound. For example, more salt. All of you know that the formula of more salt is FeSO4 NH4 twice SO4 6H2O. Potash alum K2SO4 Al2SO4 thrice 24H2O. All are addition compounds. ഇത് രണ്ട് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള രണ്ട് കോമ്പൗണ്ട്സ് ജോയിൻ ചെയ്തിട്ട് ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ അഡീഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ അഡീഷൻ കോമ്പൗണ്ട്സിനെ നമുക്ക് പിന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡബിൾ സോൾട്ടും പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സും ആണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ വിഭാഗമാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും പഠിക്കുക. പക്ഷെ ഡബിൾ സോൾട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സ്റ്റേബിൾ ആയിട്ടുള്ള രണ്ട് കോമ്പൗണ്ട്സ് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ ഇത് പൊട്ടാഷ്യാലമാണ്. പൊട്ടാഷ്യാലത്തിൽ K2SO4 ഉണ്ട്, അലൂമിനിയം സൾഫേറ്റും ഉണ്ട്. അതായത് പൊട്ടാസ്യം സൾഫേറ്റും അലൂമിനിയം സൾഫേറ്റും ജോയിൻ ചെയ്തിരിക്കുക. സ്റ്റോയിക്കോമെട്രിക് റേഷ്യോയിൽ ജോയിൻ ചെയ്ത് അവർ ഒന്നിച്ച് ഒരു ഘടകമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ ഡബിൾ സോൾട്ട് എന്ന് വിളിക്കുന്നത്. അതായത് ഡബിൾ സോൾട്ട് ഇസ് എൻ അഡീഷൻ കോമ്പൗണ്ട് ഫ്രം ടു നോർമലി സ്റ്റേബിൾ കോമ്പൗണ്ട്സ് with or without solvation. They have the following characteristic, that is, they can stably coexist. The stable coexistence of the two constituents is possible in the crystalline state, and it loses its identity when dissolved in water or any other ionic solvent because it breaks up into its individual constituents and ionizes. അതായത് ക്രിസ്റ്റലൈൻ അവസ്ഥയിലാണെങ്കിൽ, അതായത് സോളിഡ് അവസ്ഥയിലാണെങ്കിൽ ഈ പൊട്ടാഷ് ആലം ഇങ്ങനെയാണ് ഇരിക്കുക. അതായത് K2SO4 Al2SO4 thrice 24H2O ആയിട്ട് ഒന്നിച്ചിരിക്കും. പക്ഷെ നമ്മൾ ഇതിനെങ്ങാനും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം അയോൺസ് ആവും. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന അയോൺസ് ഏതൊക്കെയായിരിക്കും? K+ ഉണ്ടാവും, SO4 2- ഉണ്ടാവും, Al 3+ ഉണ്ടാവും, പിന്നെ ഇവിടുത്തെ SO4 2- പിന്നെയും, പിന്നെ വാട്ടറും. അങ്ങനെ എല്ലാം അയണൈസ് ചെയ്യും. വാട്ടറിൽ നിന്ന് H+ OH- ആയിട്ടും അയണൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത്രയും അയോൺസ് കിട്ടുന്നത് കൊണ്ട് നമ്മൾ അതിനെ ഡബിൾ സോൾട്ട്, അത് മീഡിയത്തിൽ, ഏതെങ്കിലും ഒരു മീഡിയത്തിൽ, വാട്ടർ മീഡിയം അയോണിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മീഡിയത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒന്നിച്ച് സോളിഡ് സ്റ്റേറ്റിൽ ക്രിസ്റ്റൽസ് പോലെയാണ് ഇരിക്കുക, പരലുകളായിട്ടിരിക്കും. അപ്പൊ വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, മോർ സോൾട്ട്, കാർണലൈറ്റ് എക്സാമ്പിൾ ആണ് ഇതിന്. കാർണലൈറ്റ് KCl MgCl2 6H2O. ഇപ്പൊ രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് നമ്മൾ പോവാണ്, കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഓർ ദി കോർഡിനേഷൻ കോമ്പൗണ്ട്സ്.
A coordination compound or a complex compound is a compound in which a metal atom or ion is linked beyond its normal valency to a number of ions or neutral molecules through coordinate bonds. It is an addition compound formed from two or more compounds. The characteristics of coordination compounds are its properties are different from those of its constituents. It retains an identity when dissolved in water or any other solvent. അപ്പോൾ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സെൻട്രൽ മെറ്റൽ അയോൺ ഉണ്ടാവും. അത് നിർബന്ധമാണ്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട് COCl3.NH36 ആണ്. അപ്പൊ ഇതിൽ സെൻട്രൽ മെറ്റൽ അയോൺ കൊബാൾട്ട് ആണ്. അതുണ്ട്. പിന്നെ അതിന് ചുറ്റും കുറെ അയോൺസ് ഉണ്ട്. ആ അയോൺസ് ഈ സെൻട്രൽ മെറ്റൽ അയണായിട്ട് കോർഡിനേറ്റ് ബോണ്ട് വഴി ലിങ്ക് ചെയ്തിരിക്കുകയായിരിക്കും. കോർഡിനേറ്റ് ബോണ്ട്സ് നിർബന്ധമായിട്ടുണ്ടാവും. കോർഡിനേറ്റ് ബോണ്ട് എന്താന്ന് ഓൾറെഡി പഠിച്ചതാണ്. ഒരു സ്പെഷ്യൽ ടൈപ്പ് കോവാലന്റ് ബോണ്ട് ആണ്. ആ കോവാലന്റ് ബോണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണർ ആയിട്ടുള്ള ആറ്റം തന്നെ രണ്ട് ഇലക്ട്രോൺസിനെയും ഷെയർ ചെയ്യും, അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോൺസിനെയും കൊടുക്കും ഷെയർ ചെയ്യാൻ വേണ്ടി. മറ്റേ ആറ്റം ഒറ്റ ഇലക്ട്രോൺസിനെയും കൊടുക്കണ്ടാവില്ല. അങ്ങനത്തെ ബോണ്ടിനെയാണ് നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ കോർഡിനേറ്റ് ബോണ്ട് വെച്ചിട്ടായിരിക്കും ഈ സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ലിങ്ക് ചെയ്യാം. സാധാരണ വാലൻസിനേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള വാലൻസി ആയിരിക്കും ഇങ്ങനത്തെ കോമ്പൗണ്ട്സിൽ കാണുക. ഇനി ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടി കൊബാൾട്ട് ആയിട്ട് ഒരു ബന്ധമുള്ള പ്രോപ്പർട്ടി ആയിരിക്കില്ല, ക്ലോറിനായിട്ട് ഒരു ബന്ധമുള്ള പ്രോപ്പർട്ടി ആയിരിക്കില്ല, അമോണിയ ആയിട്ട് ഒരു ബന്ധമുള്ള പ്രോപ്പർട്ടി ആയിരിക്കില്ല. എല്ലാ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ്. അത് മാത്രമല്ല ഇതിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞു ഡബിൾ സോൾട്ടിലാണെങ്കിൽ നമുക്ക് K+SO4 2- Al3+ അങ്ങനത്തെ അയോൺസ് കിട്ടും. അങ്ങനെ ഇതിൽ നിന്ന് കൊബാൾട്ട് അയോൺ, ക്ലോറിൻ അയോൺ, അമോണിയ അങ്ങനത്തെ ഒന്നും നമുക്ക് അയോൺസ് ആയിട്ട് കിട്ടില്ല. അവര് എന്താ പറയാ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താലും അവരിങ്ങനെ ഒന്നിച്ച് തന്നെയാണ് ഇരിക്കുക. COCl3NH3 6 times അങ്ങനെ തന്നെയാണ് ഇരിക്കുക, ഒന്നിച്ച് തന്നെയാണ് ഇരിക്കുക. വേറൊരു എക്സാമ്പിൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് ഇവിടെ എഴുതിയിരിക്കുന്നത് COCl3NH3 അതും ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന് കൊബാൾട്ട് ആയിട്ട് ഒരു ബന്ധമില്ല, പ്രോപ്പർട്ടീസിന് കൊബാൾട്ട് ആയിട്ട് ഒരു ബന്ധമില്ല, ക്ലോറിൻ ആയിട്ടില്ല, അമോണിയ ആയിട്ടില്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. Now let us classify coordination compounds into neutral complex, anionic complex and cationic complex. A coordination compound which carries no charge and does not undergo ionization in solution is called a neutral complex. അതിന് ന്യൂട്രൽ കോംപ്ലക്സ് എന്താന്ന് നോക്കാം. ന്യൂട്രൽ കോംപ്ലക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു ചാർജും ഉണ്ടാവില്ല. അത് മാത്രമല്ല അത് അയണൈസ് ചെയ്യില്ല. നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത അതിന് അയോൺസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, PtCl4NH3 twice. അതായത് ഇത് മൊത്തത്തിലാണ് ഇരിക്കുക. വേറെ സ്പെഷ്യൽ ആയിട്ട് PT അയണൈസ് ചെയ്യുന്നു, ക്ലോറിൻ അയണൈസ് ചെയ്യുന്നു, അമോണിയ അയണൈസ് ചെയ്യുന്നു അങ്ങനെ വരില്ല. ഇത് ഒന്നിച്ച് ഒരു എൻറ്റിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് തന്നെ ഇരിക്കും. അതായത് ഇതിൽ നിന്ന് ഒറ്റ അയോൺസ് കിട്ടുന്നതാണ് ചുരുക്കം. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ് PtCl4NH3 twice. വേറെയും ഉണ്ട് NiCO4. ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് വഴിയെ നമ്മൾ കാണും. എ കോംപ്ലക്സ് അയോൺ. ഇനി നമ്മൾ കോംപ്ലക്സ് അയോൺസ് ആണ് കാണാൻ പോണത്. അതിൽ രണ്ട് തരത്തിലുള്ള കോംപ്ലക്സ് അയോൺസ് ഉണ്ട്, കാറ്റയോണിക്കും ഉണ്ട്, ആനയോണിക്കും ഉണ്ട്. A complex ion is an electrically charged ion in which a metal atom or ion is linked to a number of molecules through coordinate bonds. A positively charged complex ion is called a cationic complex. Example is given here, CrH2O4 3+Cl3. അതായത് ഇവിടെ ഒരു സെൻട്രൽ മെറ്റൽ അയൺ ഉണ്ട്, അത് ക്രോമിയം ആണ്. ക്രോമിയത്തിന് ചുറ്റും കുറെ
മോളിക്യൂൾസ് ഉണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, 4 വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. അവന് ക്രോമിയം ആയിട്ടുള്ള ബോണ്ട് എന്ന് പറയുന്നത് കോർഡിനേറ്റ് ബോണ്ടാണ്. ഈ മൊത്തം ഈ സ്പീഷീസിന് ഒരു ചാർജ് ഉണ്ട്, അത് 3+ ആണ്. അതുകൊണ്ടാണ് തന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. കോംപ്ലക്സ് അയോൺസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതണം. അപ്പൊ അതിന്റെ മൊത്തം ചാർജ് എന്ന് പറയുന്നത് 3+ ആണ്. ഈ 3+നെ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്താ പറയാ, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന്റെ പുറത്ത് 3 അയോൺസും കൂടി ഉണ്ട്, 3 ക്ലോറിൻ അയോൺസും കൂടി ഉണ്ട്. അപ്പോഴാണത് വാലൻസി കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ന്യൂട്രൽ ആവുള്ളൂ. അപ്പൊ ഇങ്ങനെ കോംപ്ലക്സ് പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിലുള്ള പാർട്ടിനെയാണ് നമ്മൾ കോംപ്ലക്സ് പാർട്ട് എന്ന് പറയുന്നത്. കോംപ്ലക്സ് പാർട്ടിന് പോസിറ്റീവ് ചാർജ് ആണുള്ളെങ്കിൽ നമ്മൾ അങ്ങനത്തെ കോംപ്ലക്സിനെ കാറ്റോണിക് കോംപ്ലക്സ് എന്ന് വിളിക്കും. ഇത് പോസിറ്റീവ് കോംപ്ലക്സ് ആണത്. ഇനി നമുക്ക് ആനയോണിക് കോംപ്ലക്സ് എന്താന്ന് നോക്കാം. ആനയോണിക് കോംപ്ലക്സ് ആകുമ്പോൾ നേരെ തിരിച്ചു വരും. അതായത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും കോംപ്ലക്സ് പാർട്ടിനുള്ളത്. A negatively charged complex ion is called a anionic complex or simply anionic complex ion. Examples is K2PtCl6 2-. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, കോംപ്ലക്സ് പാർട്ടാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. അതിനൊരു ചാർജ് ഉണ്ട്, ആ ചാർജ് 2- ആണ്. അതായത് K2PtCl6 2-. ഇപ്പൊ PtCl6ന്റെ ചാർജ് ആണ് ഈ 2- എന്ന് പറയുന്നത്. അപ്പൊ ആ 2- എക്സാക്ട്ലി ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് 2 പൊട്ടാസ്യം അയോൺസ് ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ അതൊരു ന്യൂട്രൽ മോളിക്യൂൾ ആയിട്ട് മാറും. അപ്പൊ ഈ കോംപ്ലക്സ് പാർട്ട് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ആനയോണിക് കോംപ്ലക്സ് എന്ന് വിളിക്കും. ഇനി ചില സന്ദർഭങ്ങളിൽ 2 ഭാഗവും, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ടും നെഗറ്റീവ് ആയിട്ടുള്ള പാർട്ടും കോംപ്ലക്സ് ആയിട്ട് വരാവുന്നതാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്നതാണ് കാറ്റയോണിക് ആൻഡ് ആനയോണിക് കോംപ്ലക്സ് അയോൺസ്. അതായത് 2 ഭാഗങ്ങളും കോംപ്ലക്സ് ആയിരിക്കും. അതായത് നമുക്കറിയാവുന്ന ഒരു എപ്പോഴും മോളിക്യൂൾസ് ന്യൂട്രൽ ആയിരിക്കണം. പോസിറ്റീവ് പാർട്ടും ഉണ്ടാവും, നെഗറ്റീവ് പാർട്ടും ഉണ്ടാവും. അങ്ങനെയാണ് അവർ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് പാർട്ട് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആണ്. അത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, CuNH3 4 times 2+. അതുപോലെ ഇതിന്റെ നെഗറ്റീവ് പാർട്ടും കോംപ്ലക്സ് ആണ്. അത് നെഗറ്റീവ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, സോറി, PtCl4 2-. അപ്പൊ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും കോംപ്ലക്സ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ വിളിക്കുന്നത് കാറ്റയോണിക് ആൻഡ് ആനയോണിക് കോംപ്ലക്സ് അയോൺസ്. അപ്പൊ ഇങ്ങനത്തെ 4 ടൈപ്പ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണും. 4 ടൈപ്പ് കോംപ്ലക്സ്. ഒന്ന് ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ കോംപ്ലക്സ്, പോസിറ്റീവ് ചാർജ് ഉള്ള കാറ്റയോണിക് കോംപ്ലക്സ്, നെഗറ്റീവ് ചാർജ് ഉള്ള ആനയോണിക് കോംപ്ലക്സ്, പോസിറ്റീവും നെഗറ്റീവും കോംപ്ലക്സ് പാർട്സ് ആയിട്ട് വരുന്ന കാറ്റയോണിക് ആൻഡ് ആനയോണിക് കോംപ്ലക്സ്. ഓക്കെ, now let us discuss some of the fundamental terms that can be used in a coordination compound. First term is coordination entity. എപ്പോഴും നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന പല ടേംസ് ഉണ്ട്. ആ ടേംസ് നന്നായിട്ട് തറവായിട്ട് പഠിക്കുക. അപ്പൊ ഇനി ആ ടേംസ് കേൾക്കുമ്പോൾ ഇതെന്താന്ന് ഉള്ള ഒരു കൺഫ്യൂഷൻ വരില്ല. അപ്പൊ ആ ടേംസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. എപ്പോഴും വരുന്ന ഒരു ടേം ആണ് കോർഡിനേഷൻ എൻറ്റിറ്റി. അതെന്താന്ന് ഇവിടെ സ്ലൈഡിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. കോർഡിനേഷൻ എൻറ്റിറ്റി constitutes a central metal atom or ion bonded to a fixed number of ions or molecules. For example, CuCl3NH3 thrice is a coordination entity in which the cobalt ion is surrounded by 3 ammonia molecules and 3 chloride ions. Other examples are NiCO4, PtCl2NH3 twice, FeCN6 4-, CONH3 6 3+. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട ഭാഗത്തിനെയാണ് പറയുന്നത് എന്ത്, കോർഡിനേഷൻ എൻറ്റിറ്റി. അതായത് നമ്മൾ ഏതൊരു കോംപ്ലക്സ് എഴുതുമ്പോൾ ഒരു ഭാഗത്തിന് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതും, ആ ഭാഗത്തിനെയാണ് നമ്മൾ കോർഡിനേഷൻ എൻറ്റിറ്റി. കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ ഒരു സെൻട്രൽ മെറ്റൽ അയോൺ ഉണ്ടാവും, അതിന് ചുറ്റും കുറെ മോളിക്യൂൾസ് ഉണ്ടാവും. അവർ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് എപ്പോഴും കോർഡിനേറ്റ് ബോണ്ട് ആയിരിക്കും. വാലൻസി സാധാരണ കാണിക്കുന്ന വാലൻസിനേക്കാളും, മെറ്റൽ അയോൺ കാണിക്കുന്ന വാലൻസിനേക്കാളും ഡിഫറെന്റ് വാലൻസി ആയിരിക്കും. ദാറ്റ് ഈസ് coordination entity is an ion or neutral molecule that is composed of a central metal atom or ion normally which is a metal
bonded beyond its normal valency to a fixed number of surrounding ions or neutral molecules through coordinate bonds. ഇപ്പൊ വേറെ എക്സാമ്പിൾസ് ഉണ്ട്. ഇവിടുത്തെ എക്സാമ്പിൾസ് കണ്ടതാണ് NiCO4. അപ്പൊ നമ്മളിപ്പോ 4 ടൈപ്പ് കോംപ്ലക്സ് പഠിച്ചായിരുന്നു. അതിൽ നമുക്ക് ഇത് ഏതൊക്കെ കോംപ്ലക്സ് ആണെന്ന് വേണമെങ്കിൽ ഒന്നും കൂടെ ക്ലാസിഫൈ ചെയ്യാം. NiCO4 ഇതിന് ചാർജ് ഒന്നുമില്ല. അപ്പൊ ഇത് ഏത് കോംപ്ലക്സ് ആയിട്ട് വരും? ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. PtCl2NH3 twice, അതിന് ചാർജ് ഒന്നുമില്ല. അപ്പൊ അതൊരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. FeCN6 അതിന് എന്ത് ചാർജ് ഉള്ളത്? സ്ക്വയർ ബ്രാക്കറ്റിലുള്ള പാർട്ടിന് ഒരു നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആനിയോണിക് കോംപ്ലക്സ്. ഇതൊരു ആനിയോണിക് കോംപ്ലക്സ് ആണ്. അടുത്തത് CONH3 6 3+ ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട പാർട്ടിന്റെ അതാണ് കോർഡിനേഷൻ എൻറ്റിറ്റി. അതിന്റെ ചാർജ് എന്ന് പറയുന്നത് 3+ ആണ്. അപ്പൊ അതിന് പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ കാറ്റയോണിക് കോംപ്ലക്സ് എന്ന് വിളിക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ തറവായിട്ടുണ്ടാവും ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ കോർഡിനേഷൻ എൻറ്റിറ്റി is shown here. NiNH3 6 3+ എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സിന്റെ കോർഡിനേഷൻ എൻറ്റിറ്റിനെ കാണിച്ചിരിക്കുകയാണ്. ഇതാണ് സെൻട്രൽ മെറ്റൽ അയോൺ. അതിന്റെ വാലൻസി 2+ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അത് 6 അമോണിയ മോളിക്യൂൾസും ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ചുറ്റും അതിന്റെ 6 അമോണിയ മോളിക്യൂൾസ് ഉണ്ട്. എല്ലാവരും തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് കോർഡിനേറ്റ് ബോണ്ട് ആണ്. കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമോണിയാണ് 2 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാൻ കൊടുക്കുക. നിക്കൽ ഒന്നിനെയും ഒറ്റ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാൻ കൊടുക്കുന്നില്ല. The complex ion carrying a positive charge is called cationic complex. ഇതൊരു cationic complex ആണ്. ഈ ഭാഗത്തിനെയാണ് നമ്മൾ കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. വേറൊരു ടേം എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഞാൻ പഠിപ്പിക്കാൻ പോണത്. സെൻട്രൽ മെറ്റൽ ആറ്റം എന്നാണ്. അതിനെ കുറിച്ച് വലിയ ഡെഫിനിഷൻ ഒന്നും ആവശ്യമില്ലായിരുന്നു. സെൻട്രൽ മെറ്റൽ ആറ്റം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ നിക്കിളാണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം. ദ ആറ്റം ഓർ അയോൺ ടു വിച്ച് വൺ ഓർ മോളിക്യൂൾ or ions are coordinated in a definite geometrical arrangement around it in a coordination entity is called the central metal ion. അതായത് ഭയങ്കര ഡെഫിനേഷൻ ഒന്നും ആവശ്യമില്ല. ഇതിന്റെ ഡെഫിനേഷൻ ചോദിക്കാനും സാധ്യത കുറവാണ്. അതായത് ഇത് എന്താ പറയാ, സെൻട്രലിൽ ഇരിക്കുന്ന ആറ്റം അല്ലെങ്കിൽ യൂഷ്വലി അത് മെറ്റൽ ആറ്റം ആയിരിക്കും. അതിനെയാണ് നമ്മൾ സെൻട്രൽ മെറ്റൽ അയോൺ എന്ന് വിളിക്കുന്നത്. അതിന് ചുറ്റും എപ്പോഴും മോളിക്യൂൾസ് ഉണ്ടാവും. അവർ തമ്മിലുള്ള ബോണ്ട് കോർഡിനേറ്റ് ബോണ്ട് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനെയാണ് സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നിക്കലാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. നമ്മൾ മുമ്പ് പഠിച്ച കോംപ്ലക്സുകളിൽ ഇത് കൊബാൾട്ട് ആണ് ഇതില് സെൻട്രൽ മെറ്റൽ ആറ്റം. ഇതിലാണെങ്കിൽ അയേൺ ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഇതില് കൊബാൾട്ട് ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറഞ്ഞാൽ നടുവിലിരിക്കുന്ന ചുറ്റും മോളിക്യൂൾസ് ഉള്ള നടുവിലിരിക്കുന്ന സ്പീഷീസിനെയാണ് വിളിക്കുന്നത് സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റം സാധാരണ ലൂയിസ് ആസിഡ്സ് ആയിരിക്കും. ലൂയിസ് ആസിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിന്റെ കുറവുള്ള സ്പീഷീസ് ആയിരിക്കും. അതായത് പോസിറ്റീവ് വാലൻസി ഉള്ളവരായിരിക്കും സെൻട്രൽ മെറ്റൽ ആറ്റംസ്. അടുത്ത ടേം നമ്മൾ പഠിക്കാൻ പോണത് ലിഗാൻഡ്സ് ആണ്. ആ ലിഗാൻഡ് എന്ന് പറഞ്ഞ ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അറിഞ്ഞിരിക്കണം. Ligand is a species that use a lone pair of electrons to form a dative covalent bond with a metal ion. അതായത് ഒരു സ്പീഷീസ് ആണ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോൺ പെയർ ഇലക്ട്രോൺസ് കൊടുക്കും സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്. എന്നിട്ട് ഡേറ്റീവ് ആയിട്ടുള്ള ബോണ്ട് ഉണ്ടാക്കും. ഡേറ്റീവ് കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബോണ്ടാണ്? കോർഡിനേറ്റ് ബോണ്ടിന്റെ വേറെ പേരാണ് ഈ ഡേറ്റീവ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ കോവാലന്റ് ബോണ്ട് ഡേറ്റീവ് മാതൃകയിലാണ് ഈ ലിഗാൻഡ്സ് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ഫോം ചെയ്യുക. ഒത്തിരി ലിഗാൻഡ്സ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. H2O ഒരെണ്ണമാണ്. 2 ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. Cn- ഉണ്ട്. ലോൺ പെയർ ഇലക്ട്രോൺസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ 2 കുത്താണ് ലോൺ പെയർ ഇലക്ട്രോൺസ് കാണിക്കുന്നത്. അതുപോലെ അമോണിയക്ക് ഒരു ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. OH- ഉണ്ട്. 6 ലോൺ പെയർ ഇലക്ട്രോൺസിനെ കാണാവുന്നതാണ്. 6 അല്ല 3 പെയർ 6 ഇലക്ട്രോൺസ്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് 2 ലോൺ പെയർ ഇലക്ട്രോൺസിനെ കാണിച്ചിട്ടുണ്ട്. Cl- 8 ഇലക്ട്രോൺസ് ഉണ്ട് ചുറ്റും, അല്ലെങ്കിൽ 4 പെയർ ഉണ്ട്. O2- ഉണ്ട്. ഇതുപോലെ തന്നെ 4 പെയർ. അപ്പൊ ഇതെല്ലാം
ഡൊണേറ്റ് ചെയ്ത് ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്ത് അതിന് കോവാലന്റ് ബോണ്ട് ഡേറ്റീവ് മാതൃകയിൽ അല്ലെങ്കിൽ കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ലിഗാൻസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും കോർഡിനേറ്റ് ബോണ്ട്സ് ഉണ്ടാക്കിയ ഈ സ്പീഷീസിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്, ലിഗാൻഡ് എന്ന്. അപ്പൊ ഇവിടെ 6 ലിഗാൻസ് ഉണ്ട്. 6ഉം അമോണിയയുടെ ലിഗാൻസ് ആണ്. 6 ലിഗാൻസിനെ നമ്മൾ അമോണിയയുടെ ലിഗാൻസ് ആണ്. ചില വേറെ കോംപ്ലക്സുകളിൽ ഡിഫറെന്റ് ലിഗാൻസ് ഒക്കെ വരാം. So the molecules or ions which are attached to the central metal atom or ion through coordinate bonds in a coordination entity are called ligands or the coordinating groups. Ligands may be simple ions such as Cl-, it may be H2O or NH3, or it may be larger molecules like ethylene, diamine, etc. So ligands are always Lewis bases. Ligands Lewis bases ആണ്. ഞാൻ പറഞ്ഞ സെൻട്രൽ മെറ്റൽ ആറ്റം ലൂയിസ് ആസിഡ് ആണെങ്കിൽ ലിഗാൻസ് എന്തായിരിക്കും, ലൂയിസ് ബേസ് ആയിരിക്കും. The atom in a ligand which donates the electron pair for the formation of the coordinate bond with the central metal atom is called the donor atom. ഈ donor atom അതായത് ഡോണർ ആറ്റം ഇതാണ് ലിഗാൻഡ്. H2 ആണ് ലിഗാൻഡ്. പക്ഷെ ഇതിൽ ഡോണർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ് തന്റെ ലോൺ പെയർ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് ഡോണർ ആറ്റം ഇവിടെ ഓക്സിജനും H2O നമ്മൾ ലിഗാൻഡ് എന്ന് വിളിക്കും. അമോണിയയിലാണെങ്കിലോ, അമോണിയയിലാണെങ്കിൽ നൈട്രജൻ ആണ് ഡോണർ ആറ്റം, NH3 ആണ് ലിഗാൻഡ്. ഈ ലിഗാൻസിനെ കാറ്റഗറൈസ് ചെയ്യാം. നമുക്ക് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ആനയോണിക് ലിഗാൻസ്, ന്യൂട്രൽ ലിഗാൻസ് ആൻഡ് കാറ്റയോണിക് ലിഗാൻസ്. വളരെ സിമ്പിൾ ആണ് ഈ ക്ലാസിഫിക്കേഷൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ലിഗാൻസിനെയാണ് നമ്മൾ ആനയോണിക് ലിഗാൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ളവരെയാണ് നമ്മൾ ആനയോണിക് ലിഗാൻസ് എന്ന് വിളിക്കുന്നത്. നമ്മളിവിടെ കണ്ടായിരുന്നു ചില ലിഗാൻസ് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇപ്പൊ വാട്ടറിന് നെഗറ്റീവ് ചാർജ് ഇല്ല. Cn- ഉണ്ട്, OH- ഉണ്ട്, Cl- ഉണ്ട്, O2- ഉണ്ട്. അങ്ങനെ നെഗറ്റീവ് ചാർജ് ഉള്ള ലിഗാൻസിന് നമ്മൾ ആനയോണിക് ലിഗാൻസ് എന്ന് വിളിക്കും. Cn-, Cl-, F-, SO4-, NO2-, etc. are examples. Neutral ligands are ligands which do not have any charge. ചാർജ് ഇല്ലാത്തവർ ഇവിടെ കുറെ കണ്ടായിരുന്നു. H2 ചാർജ് ഇല്ല, പക്ഷെ അത് ഡോണർ ആണ് അല്ലെങ്കിൽ ലിഗാൻഡ് ആണ്. അപ്പൊ ഇത് ന്യൂട്രൽ ആണ്. അമോണിയ ചാർജ് ഇല്ല, അപ്പൊ ഇത് ന്യൂട്രൽ ആണ്. CO ചാർജ് ഇല്ല, ന്യൂട്രൽ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ന്യൂട്രൽ ലിഗാൻഡ്. എക്സാമ്പിൾസ് H2O, CO, NH3, EN. EN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിലീൻ ഡയമീൻ ആണ്. ഇനി കാറ്റയോണിക് ലിഗാൻസ് ഉണ്ട്. കാറ്റയോണിക് ലിഗാൻസ് വിച്ച് കണ്ടെയ്ൻ എ പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് ഉള്ളവർ വളരെ കുറവാണ്. ഇങ്ങനത്തെ ലിഗാൻസിനെ കിട്ടാൻ പാടാണ്. കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. അതിന് ഒരു എക്സാമ്പിൾ NO+, നൈട്രോ സോണിയം അയോൺ എന്ന് പറയും, NH2, NH3+, അങ്ങനത്തെ വളരെ കുറച്ചുള്ളൂ കാറ്റയോണിക് ലിഗാൻസ്. ഇത് നെയിമിങ്ങിൽ നിങ്ങൾക്ക് ആവശ്യം വരും. ലിഗാൻസിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യേണ്ടതായിട്ട് വരും കോർഡിനേഷൻ കോംപ്ലക്സിന്റെ നെയിമിങ്ങിലും. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കോ. ആനയോണിക് ലിഗാൻസ് ഒത്തിരി ഉണ്ട്, ന്യൂട്രൽ ലിഗാൻസും ഒത്തിരി ഉണ്ട്, കാറ്റയോണിക് ലിഗാൻസ് കുറവാണ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് നല്ല തറവാക്കുക. ബേസിക്സ് ഓഫ് കോർഡിനേഷൻ കെമിസ്ട്രി. ഓക്കെ, താങ്ക് യു.